ആവിർഭവ് എന്ന ബാബുക്കുട്ടന്റെ സംഗീത ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ അവിസ്മരണീയ മുഹൂർത്തങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 3 വേദി സാക്ഷ്യം വഹിച്ചത്. ഇന്ത്യൻ സംഗീത ലോകത്തെ പുതിയ താരോദയമായി ബോളിവുഡ് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തെ അതികായനായ മുതിർന്ന സംഗീത സംവിധായകനായ സാക്ഷാൽ ആനന്ദ്ജിയുടെ സാന്നിധ്യത്തിൽ അംഗീകരിക്കപ്പെട്ടതിനൊപ്പം ആവിർഭവിന്റെ രക്ഷിതാക്കൾ വരെ വേദിയിൽ ആദരിക്കപ്പെട്ട സ്വപ്നങ്ങൾക്കുമപ്പുറമുള്ള അനർഘ നിമിഷങ്ങൾക്കാണ് സൂപ്പർ സ്റ്റാർ സിംഗർ വേദി കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. കല്യാൺജി ആനന്ദ്ജി നൈറ്റിലെ ഓറിസ് ദിൽമേം എന്ന നിത്യഹരിത ഗാനത്തിന്റെ വേദി ഒന്നടങ്കം തരിച്ചിരുന്നുപോയ ഇന്ത്യൻ സംഗീത സംവിധായകരിലെ അതികായനായ ആനന്ദ്ജിയും നേഹ കാക്കറുമടക്കം വിധികർത്താക്കൾ എല്ലാവരുടെയും കണ്ണു തള്ളിപ്പോയ ആലാപനത്തിലൂടെയാണ് ബാബുക്കുട്ടൻ ഇന്ത്യൻ സംഗീത ലോകത്തെ പുതിയ താരോദയമെന്ന രീതിയിൽ ചർച്ചാവിഷയമായി മാറിയത്. കണ്ണുതള്ളി അമ്പരപ്പും അവിശ്വസനീയതയും കലർന്ന ഭാവങ്ങളോടെ ബാബുക്കുട്ടന്റെ ആലാപനം ആസ്വദിച്ച ആനന്ദ്ജിയും നേഹ കാക്കറും സ്റ്റാൻഡിംഗ് ഒവേഷൻ നൽകിയാണ് ബാബുക്കുട്ടന്റെ അനിർവചനീയമായ ആലാപന വൈഭവത്തെ അനുമോദിച്ചത്. ഗാനത്തിലെ പ്രയാസകരമായ ചില നോട്ടുകൾ വളരെ അനായാസമായി ബാബുക്കുട്ടൻ ആലപിക്കുന്നത് തൊഴുകൈകൂപ്പി അദ്ഭുതാദരവങ്ങളോടെയാണ് ആനന്ദ്ജി ആസ്വദിച്ചത്. തങ്ങൾ ചിട്ടപ്പെടുത്തിയ അതേ പൂർണ്ണതയിൽ കേവലം 7 വയസ്സുകാരനായ ബാബുക്കുട്ടൻ എങ്ങനെ പഠിച്ചു പാടിയെന്നാണ് അമ്പരപ്പോടെ ആനന്ദ്ജി ആവിർഭവിനോട് നേരിട്ട് ചോദിക്കുന്നത്. ആവിർഭവിന്റെ അച്ഛനോട് യു ആർ സോ ലക്കി എന്ന് പറഞ്ഞുകൊണ്ട് ആവിർഭവിന് ജീനിയസ് ചൈൽഡ് എന്ന വിശേഷണം നൽകി ആനന്ദ്ജി ആദരിക്കുന്നത് ബാബുക്കുട്ടന്റെ സംഗീത ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ നിമിഷമാണ്.